ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും നമ്മുടെ സ്കൂൾ മാനേജരുമായ ബഹുമാനപ്പെട്ട ജോസഫ് കാണിക്കലച്ച, കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യു വണ്ടക്കലച്ച, കലയന്താനി സ്കൂൾ ഹെഡ് മാസ്റ്ററായ ബഹുമാനപ്പെട്ട ആൻ്റണി പുലിമലയച്ച, ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് സാർ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട അതിഥികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലത്തെ എൻ്റെ അധ്യാപന ജീവിതത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഞാൻ തികഞ്ഞ സന്തോഷത്തോടും ഹൃദയം നിറഞ്ഞ നന്ദിയോടും കൂടിയാണ് ഈ വേദിയിലായിരിക്കുന്നത്. ഞാൻ നടന്നു നീങ്ങിയ വഴികളിലൊക്കെയും എന്നെ കാത്തുപാലിക്കാൻ എൻ്റെ നല്ല ദൈവം എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ആ നല്ല ദൈവത്തിനെ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്നെ വളർത്തി ഞാനാക്കിയ എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്തതാണ്. എങ്കിലും ഈ അവസരത്തിൽ ഞാൻ അവരെ എല്ലാവരെയും ഓർമ്മിക്കുകയും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എന്നെ 1ാം ക്ലാസ് മുതൽ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ എൻ്റെ ഗുരുഭൂതന്മാർ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ മരിച്ചുപോയ എല്ലാ ഗുരുഭൂതന്മാരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ചങ്ങനാശ്ശേരി രൂപതാംഗമായിരുന്ന ഞാൻ എൻ്റെ 1990-ൽ എൻ്റെ വിവാഹത്തോടു കൂടിയാണ് ഞാൻ കോതമംഗലം രൂപതയുടെ ഭാഗമായി മാറുന്നത്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഞാൻ എൻ്റെ 2 കുട്ടികളും സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഔദ്യോഗികമായി ജോലിയിൽ പ്രവേശിക്കുന്നത്. 1998-ൽ തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ നിന്നും ക്ലെയിം എടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സർവീസ് കാലഘട്ടം ആരംഭിക്കുന്നത്. അതിനുശേഷം ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലുമായി 8 സ്കൂളുകളിൽ ഞാൻ ജോലി ചെയ്തു. എനിക്ക് സ്ഥിര നിയമനം ലഭിക്കുന്നത് 2002-ൽ മാങ്കുളം സെൻറ്റ് മേരീസ് UP സ്കൂളിൽ നിന്നുമാണ്. അന്നത്തെ രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന ജോസഫ് പുത്തകളച്ചനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു, ടീച്ചർ, ഞാൻ ടീച്ചറിന് സ്ഥിര നിയമനം തരുന്നത് മാങ്കുളത്താണ്, പോകുന്നുണ്ടോ എന്ന്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പോകാമെന്ന് പറഞ്ഞു. അച്ഛനങ്ങനെ ചോദിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. അന്ന് മാങ്കുളത്ത് പോയി ജോലി ചെയ്യാൻ ആരും തന്നെ ഒരുക്കമായിരുന്നില്ല. കാരണം അടിമാലിയിൽ നിന്നും ഏകദേശം ഒരു 16 കിലോമീറ്റർ ഉരുളൻകല്ലുകൾ മാത്രം നിറഞ്ഞു കിടക്കുന്ന റോഡിലൂടെ ജീപ്പിൽ 2 മണിക്കൂർ യാത്ര ചെയ്ത് വേണം മാങ്കുളത്തെത്താൻ. അന്ന് മാങ്കുളത്തെ ഫോൺ സൗകര്യം എത്തിച്ചേർന്നിട്ടില്ല. ഏതാനും ചില ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം വൈദ്യുതിയുണ്ട്. അങ്ങനെ വളരെ പരിമിതമായ ഭൗതിക സാഹചര്യങ്ങൾ മാത്രമുള്ള മാങ്കുളത്ത് പോയി താമസിച്ച് ജോലി ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുമായിരുന്നില്ല. ഞാൻ 3 വർഷം മാങ്കുളത്ത് സെൻറ്റ് മേരീസ് UP സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു. എൻ്റെ സർവീസ് കാലഘട്ടം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ സർവീസ് കാലഘട്ടത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമായിരുന്നു അതെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. എനിക്ക് സ്ഥിര നിയമനം തന്ന ജോസഫ് പുത്തങ്കള അച്ഛൻ ഇന്ന് നമ്മോടൊപ്പമില്ല. അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. അതിനുശേഷം പുത്തങ്കള അച്ഛൻ എനിക്ക് വാഴക്കുളം തെക്കുമല സ്കൂളിലേക്ക് ട്രാൻസ്ഫർ തന്നു. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ 11 വർഷക്കാലം ഞാൻ തെക്കുമല സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു. അതിനുശേഷം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന കുര്യാക്കോസ് കൊടകലിലച്ഛൻ എനിക്ക് ചിറ്റൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ തന്നു. ടീച്ചറിന് കുറച്ചും കൂടി വീട്ടിൽ നിന്ന് പോയി വരാൻ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ എനിക്ക് ചിറ്റൂർ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ തന്നത്. 3 വർഷം ഞാൻ ചിറ്റൂർ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു. അങ്ങനെയിരിക്കെ 2018 മാർച്ച് മാസത്തിൽ ചിറ്റൂർ സ്കൂളിലെ പ്രഥമാധ്യാപികയായ ഫിലോമിന ടീച്ചർ പെൻഷനാകുന്നു. അതിന് ഏകദേശം 4-5 മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന സ്റ്റാൻലി കുന്നേലച്ചൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ടീച്ചറിന് ഞാൻ പ്രൊമോഷൻ തരാൻ ഒരുങ്ങി പോവുകയാണ്. അടുത്ത ചിറ്റൂർ സ്കൂളിൻ്റെ പ്രഥമാധ്യാപികയായി ടീച്ചറിനെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്.
ടെസ്റ്റ് പാസ്സായി വന്നാൽ HM ഡെസിഗ്നേഷനോടുകൂടി ജോലിയിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ ടീച്ചർ ഇൻചാർജായി ജോലി ചെയ്യേണ്ടി വരുമെന്ന് വളരെ ആശങ്കയുണ്ടായി. എങ്കിലും അച്ഛൻ്റെ വാക്ക് ഞാൻ അനുസരിച്ചു. ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് എഴുതി. ആദ്യത്തെ ചാൻസ് തന്നെ എനിക്ക് HM യോഗ്യത നേടാനായി. അങ്ങനെ 2018 ഏപ്രിൽ 1-ാം തീയതി ഞാൻ ചിറ്റൂർ സ്കൂളിൻ്റെ പ്രഥമാധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ ഇരിക്കെ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ സ്റ്റാൻലി കുന്നേലച്ചൻ വിളിച്ചു. ടീച്ചർ, ഞാൻ അല്പം കൂടി വലിയൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ തരാൻ ആഗ്രഹിക്കുന്നു. ആ വർഷം കോതമംഗലം രൂപതയിൽ 11 LP UP ഹെഡ് മാസ്റ്റർമാർ പെൻഷനാകുന്നുണ്ട്. എനിക്ക് തൊടുപുഴ സബ് ജില്ലയിൽ നിന്ന് മാറാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. തൊടുപുഴ സബ് ജില്ലയിൽ ആകെ ചിലവ സ്കൂളിൽ മാത്രമേ HM പോസ്റ്റ് ഒഴിവുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ 2021 ഏപ്രിൽ 1-ാം തീയതി ഈ ചിറ്റൂർ ചിലവ സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായി ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ 5 വർഷമാകുന്നു. അങ്ങനെ എൻ്റെ 25 വർഷക്കാലത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ 8 വർഷം പ്രഥമാധ്യാപികയായി ജോലി ചെയ്യാനും എനിക്ക് സാധിച്ചു. ഞാൻ ഈ സർവീസിൽ നിന്നും വിട പറയുന്നത് തികഞ്ഞ സന്തോഷത്തോടും ഹൃദയം നിറഞ്ഞ നന്ദിയോടും കൂടിയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ സർവീസിൽ നിന്നും വിട പറയുന്നത്. എനിക്ക് ഈ ജോലി തന്നത് കോതമംഗലം രൂപതയാണ്. രൂപതയിലെ ഈ ജോലി കിട്ടിയത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും കാരണമായത് ഈ ജോലിയിലൂടെയാണ്. എനിക്ക് ഈ ജോലി തന്ന അന്നത്തെ രൂപതാധ്യക്ഷനായിരുന്ന അഭിമന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനും, ഇന്ന് രൂപതയെ നല്ല രീതിയിൽ നയിക്കുന്ന അഭിമന്യ ജോർജ് മടത്തിക്കട്ടത്തിൽ പിതാവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വിവിധ സ്കൂളുകളിൽ നിയമനങ്ങൾ തന്ന ബഹുമാനപ്പെട്ട ജോസഫ് പുത്തങ്കളാച്ചൻ, വിദ്യാഭ്യാസ സെക്രട്ടറിമാരായ ജോസഫ് പുത്തങ്കളാച്ചൻ, കുര്യാക്കോസ് കൊടകലിലച്ചൻ, സ്റ്റാൻലി കുന്നേലച്ചൻ, എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയായ മാത്യു മുണ്ടക്കലച്ചൻ, ചെറുതും വലുതുമായ നമ്മുടെ രൂപതയിലെ സ്കൂളുകളെ ഏകോപിപ്പിച്ച് കാര്യക്ഷമമായി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ശ്രദ്ധാലുവാണ്. നല്ലൊരു നേതാവായി ഞങ്ങളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു മുണ്ടക്കലച്ചനെ ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ 2021 ഞാൻ ഈ സ്കൂളിൽ എത്തുമ്പോൾ ഇവിടെ ആകെയുണ്ടായിരുന്നത് ഒരു പെർമനന്റ് ടീച്ചർ മാത്രമേ ഉള്ളൂ. അതാണ് ടെസി ടീച്ചർ. 1 വർഷം ടീച്ചറിനോടൊപ്പം ഞാനും ജോലി ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് ടീച്ചറിനോടൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ് വന്ന ഈ 5 വർഷവും എനിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്ത ടീച്ചർമാരെല്ലാവരും തന്നെ എൻ്റെ മക്കളെക്കാൾ 10-12 വയസ്സ് പ്രായം കുറവുള്ള ടീച്ചർമാരായിരുന്നു. എങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് ചർച്ച ചെയ്തു. അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞാൻ ചോദിച്ചറിഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൻ്റെ നന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രയത്നിച്ചു. സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ദിവസം അവരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഓരോരോ ടീച്ചർമാർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ 5 വർഷക്കാലവും എന്നോടൊത്ത് പ്രവർത്തിച്ച എൻ്റെ PTA പ്രസിഡന്റുമാർ ശ്രീ യാക്കോബ് ഹസൻ, മുഹമ്മദ് അഫ്സൽ, ഷംനാസ് റസാഖ്, ഇപ്പോഴത്തെ PTA പ്രസിഡന്റായ ശ്രീമതി നൗസിയ ഷംനാസ്, എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. അതേപോലെ തന്നെ MPTA പ്രസിഡന്റുമാരെയും എല്ലാ PTA കമ്മിറ്റി അംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും ആണ് ഈ സ്കൂളിൻ്റെ നട്ടെല്ല്. നിങ്ങൾ ഈ സ്കൂളിൽ ഞങ്ങൾ അധ്യാപകരെ വിശ്വസിച്ച് കുട്ടികളെ സ്കൂളിൽ അയച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സ്കൂൾ നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞാൽ തീരാത്തതാണ്. ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ നന്ദി പറയുന്നു. ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ജീവിത പങ്കാളി, അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിക്കുന്നത്.
അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്, ഒരു മോനും മോളും. മോൻ പഠനമൊക്കെ കഴിഞ്ഞു, ജോലിയായി. അവൻ UK വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുമുണ്ട്. അവർ UK സെറ്റിൽഡാണ്. മോൾ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയായി. കാനഡയിൽ ഒരു കുട്ടിയുമുണ്ട്, അവർ കാനഡയിൽ സെറ്റിൽഡാണ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. എനിക്ക് ജോലി കിട്ടിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ എൻ്റെ മക്കളെയും പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ഒരിക്കൽ കൂടി ഞാൻ അത് ഓർത്ത് ഈശ്വരന് നന്ദി പറയുന്നു. അതേപോലെ നമ്മുടെ ഈ മരിയ നിവാസിലെ സിസ്റ്റർമാർ ഈ സ്കൂളിൻ്റെ ഏതൊരു കാര്യത്തിനും എപ്പോഴും വരികയും വേണ്ട സഹായങ്ങൾ ഞങ്ങളുടെ സ്കൂളിന് തരികയും ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. സിസ്റ്റർമാരെ ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ ആൻ്റണി പുലിമലി അച്ഛൻ എന്നെയും എൻ്റെ സ്കൂളിനെയും എന്നും ചേർത്ത് നിർത്തുന്നതിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛൻ എന്നെ വിളിച്ച് വിവരങ്ങൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അവിടെ വെച്ച് നടത്തുന്ന എല്ലാ മത്സര പരീക്ഷകളിലും നമ്മുടെ കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കുകയും അതിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ക്രിസ്മസ് മറ്റു ടീച്ചേഴ്സ് ഡേ ഒക്കെ വരുമ്പോൾ അധ്യാപകരുടെ കൈവശം സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യാറുണ്ട്. അച്ഛൻ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുമുള്ള പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ മാനേജറായ ഞാൻ ഈ സ്കൂളിൽ വരുമ്പോൾ ഈ സ്കൂളിൻ്റെ സ്കൂൾ മാനേജറായിരുന്നത് ജോസഫ് കുരാനിക്കൽ അച്ഛനാണ്. 1 വർഷം അച്ഛൻ സ്കൂളിൻ്റെ മാനേജറായി പ്രവർത്തിച്ചു. അച്ഛൻ തന്ന പ്രോത്സാഹനത്തിനും സഹകരണത്തിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കഴിഞ്ഞ ഈ 4 വർഷവും സ്കൂൾ മാനേജറായിരുന്നത് ജോസഫ് കാണിക്കൽ അച്ഛനാണ്. അച്ഛന് വളരെ തിരക്കുകളുണ്ട്, എങ്കിലും എപ്പോൾ ഞാൻ ഫോൺ വിളിച്ചാലും ഫോൺ എടുക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും പറഞ്ഞു തരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു തരാറുണ്ട്. അച്ഛനെ ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ മാനേജറോടൊപ്പം പ്രവർത്തിക്കുന്ന കൈക്കാരന്മാരായ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സഹകരിക്കുന്ന കൈക്കാരന്മാരായ ശ്രീയക്കേട്ടൻ, ഡൊമിനിക്കേട്ടൻ, മനോജേട്ടൻ, എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ സ്കൂളിൽ ഒരു നഴ്സറി സ്കൂളുണ്ട്. ആ നഴ്സറി സ്കൂളിൻ്റെ അധ്യാപികയായ സുമിയ ടീച്ചറിനും ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന ബീനയ്ക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനി ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ സ്കൂളിൻ്റെ നന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടി പ്രയത്നിച്ച എല്ലാ ചിലവിലെ ഓരോരോ വ്യക്തികളെയും ഞാൻ വ്യക്തികൾക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.